ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ വേദിയിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥി പക്രുവിനെ സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹം വായി തോന്നുന്ന കോതയ്ക്ക പാട്ട് പോലെ പാടി നടക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാമല്ലോ. ആയതിനാൽ സാധനം നിങ്ങൾ ക്ഷമിക്കണം. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാളാണ്. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. വിഡ്ഢിയായി ഇദ്ദേഹത്തെ നിങ്ങളാരും കോവി നാട്ടിക്കരുത്. മണ്ടത്തിലേ പറയും. അതിനാൽ നിങ്ങളെ മാനിച്ചുകൊണ്ട് ഞാൻ വേദിയിലേക്ക് ഇത് ശ്രദ്ധിക്കുവാണ്. എന്റെ കാര്യം ഇവിടെ മുമ്പ് സൂചിപ്പിച്ചല്ലോ. അപ്പോ ഞാൻ എല്ലാ വർഷം നിൽക്കുന്ന പോലെ തന്നെ എല്ലാ ഇലക്ഷൻ നിൽക്കുന്ന പോലെ ഞാൻ ഇവിടെ വീണ്ടും മത്സരിക്കാൻ നിൽക്കുകയാണ്. കാരണം ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞ് പരസ്യം ചെയ്യേണ്ട കാര്യമില്ല. സകല ലോകമനുഷ്യർക്കും കുഞ്ഞു മുതൽ കുട്ടം മുതൽ എല്ലാ സകലവർക്കും എന്നെ അറിയാം. കാരണം എന്റെ സ്വഭാവം അറിയാം, എന്റെ രീതി അറിയാം, എന്റെ പ്രവർത്തനം അറിയാം, ഞാൻ ശൈലിയിൽ സംസാരിക്കുന്ന ഒരാളാണെന്ന് അറിയാം. എന്റെ ശബ്ദം ഇത്തിരി പാറലിട്ട് വരച്ചത് പോലെയാണെങ്കിലും ഞാൻ സംസാരിക്കുന്ന വേദന കാര്യമായ സംസാരിക്കുന്നത്. അപ്പോ എനിക്ക് ഇവിടെ ഈ വേദിയിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ എന്റെ കൂട്ടുകാരൻ എന്റെ സഹോദരൻ പറഞ്ഞതുപോലെ കാര്യമായി കാര്യമൊന്നുമില്ല. ഞാൻ വീട്ടിൽ ചിലപ്പോൾ പറയുന്നത് കാരണമുണ്ട്. എന്നെ കേൾക്കാൻ തയ്യാറുള്ള കുട്ടികളുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ പറയുന്നത്. അതാണ് പ്രത്യേകിച്ച്. പിന്നെ എനിക്ക് പ്രത്യേക വിഷയം ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര ജില്ല ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. എത്ര ജില്ല ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അങ്ങോട്ട് 14 ജില്ലകളാണ് അദ്ദേഹം പറയുന്നത്. അത് ഏതെല്ലാം കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും, തന്നെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല പറഞ്ഞത് എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ്. സമ്മതിച്ചില്ലേ പറ്റും. അപ്പൊ ഈ 14 ജില്ല നമ്മുടെ കേരളത്തിൽ ഉണ്ട്. ഈ 14 ജില്ലകൾക്കും അതിൻ്റെതായ വളർച്ച ഉണ്ട്, അതിൻ്റെതായ പക്വത ഉണ്ട്, അതിൻ്റെതായ മുന്നോട്ടം ഉണ്ട്. പക്ഷെ ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജില്ലകളിലുണ്ട്. നമ്മുടെ ഏതാനും ചില ജില്ലകളിൽ കടലുണ്ട്, കായലുണ്ട്, തോടുകളുണ്ട്, വള്ളം തുഴയുന്ന പഞ്ചി പോകുന്ന തോടുകളൊക്കെ ഉണ്ട്. നമുക്കറിയാലോ. പക്ഷെ നമ്മുടെ കേരളത്തിലെ ചില ജില്ലകളിൽ കടലുമില്ല, കായലുമില്ല, വഞ്ചിയില്ല, തുഴയാൻ ആളുമില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അത് ആരുടെ കുഴപ്പമാണ്? ഇത് ഞങ്ങളുടെ പാർട്ടിക്കാർ ഭരിച്ചിരുന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്തായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം കൂടെ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇത് വേറെ ആൾക്കാർ കയറി ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും കുറ്റം പറയാൻ പറ്റുന്നില്ല. ശരി, കുറ്റം പറയുന്ന ആളാണെന്ന് എനിക്കൊരു പേരിട്ടിട്ടുണ്ട്. അവിടെയാണെന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ എന്തോ പറയുന്നു, ഞാൻ എന്തോ പ്രസംഗിക്കുന്നു, അത് ഊന്നി പറയാന് കുറെ എണ്ണം ഇവിടെ ഉണ്ട്, കുറെ അവന്മാരുണ്ട്. അങ്ങനെ എന്നെ എന്തോ കൊടുത്താലെന്താ, എന്നെ ഒന്നും ചെയ്യാനില്ല. അതാവാ ഞാൻ ഒരുത്തം പോയാ 9 പേര് ഇവിടെ ഇറങ്ങി വരാനുണ്ട്. ഞങ്ങളുടെ പാർട്ടി തകർന്നു പോകാൻ സാധ്യതയില്ല. ഒരിക്കലും തകരാൻ ഇവിടുത്തെ ജനം സമ്മതിക്കുകയുമില്ല. പിന്നെ എനിക്ക് പ്രത്യേകിച്ചും ആവർത്തിച്ച് പറയാനുള്ള കാര്യം, അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ജഗദീശ്വരൻ കൊടുത്ത് ഉയർന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ കൂട്ടർ പറയാറില്ല. അതുകൊണ്ട് എന്നെല്ലാം കൊണ്ട് ഈ കടലിലെ ഒരു സംഭവം തന്നെ മാത്രം നോക്കിയാൽ എല്ലാ മീനിനും വാലും തലയും ചിറകും ഒക്കെ ഉണ്ട്. ഇത് നല്ല വളർച്ചയുണ്ട്. എന്നാൽ വളരാത്തൊരു മീനുണ്ട്, അറിയാലോ, നെത്തോലി. അത് ഉണ്ടായപ്പോ തൊട്ട് ഇതിന്റെ അങ്ങനെ തന്നെ ഇരിപ്പോട്ട് ഇതേവരെ വളർന്നിട്ടില്ല. അതുപോലെ ചില കാര്യങ്ങളൊക്കെ എനിക്കും പറയാനുണ്ട്. ഇവിടെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരും നിങ്ങൾ പറയുന്നതായ ചില ആൾക്കാരുണ്ടല്ലോ, അവര് വലിയ കാലത്തിൽ ചെന്ന് സ്റ്റേജിന്റെ മുമ്പിലെ കൊണ്ട് പ്രസംഗം കേൾക്കാതിരിക്കും. ഞാനും ഒരു ദിവസം കേൾക്കാൻ വേണ്ടി പോയി, എന്റെ പാർട്ടിയിലും പോയി. അവിടെ ചെന്നപ്പോൾ കണ്ട സംഭവം പറയട്ടെ എന്താണെന്ന്. അവിടെ ഒരു അനൗൺസ്മെന്റ് ചെയ്ത് പറയും. എനിക്ക് ഒട്ടേറെ കാര്യങ്ങളും പറയാനുണ്ടെങ്കിലും സമയക്കുറവുണ്ട്. എന്റെ പിന്നിൽ ഒരുപാട് പേരോട് പ്രസംഗിക്കാനുണ്ട്. അപ്പൊ അത് കേൾക്കാനായിട്ട് ആയിരിക്കുമല്ലോ നിങ്ങൾ പക്ഷേ ഇരിക്കുന്ന ആകാംക്ഷയോടെ. അപ്പോ ഈ ഞങ്ങളുടെ പാർട്ടി ജയിച്ചു വന്നാൽ തീർച്ചയായും ഇല്ലാത്ത ജില്ലകളിൽ ഞങ്ങൾ കടൽ കൊണ്ടുവരും, ഇല്ലാത്ത ജില്ലകൾ കായൽ കൊണ്ടുവരും, ഇല്ലാത്ത മീനിന്റെ വളർച്ച ഞങ്ങൾ വർദ്ധിപ്പിക്കും. ഇത് തീർച്ചയായിട്ടും കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടി വരും. ഞങ്ങൾ കഴിക്കാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ ഞങ്ങൾക്ക് അമർത്തിക്കളയും. എന്നാലും ശരി, ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഞങ്ങൾ ഈ കാര്യം വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ഉത്തരവാദിത്തോടെ ഈ വർഷത്തെ ഇലക്ഷന് എല്ലാ ആണ്ടുതോറും നടന്നു വരുന്ന ഈ ഉത്സവം എന്ന ഈ നമ്മുടെ ഇലക്ഷന് ഇത്തവണയും ഈ പക്വത ഞാൻ നിൽക്കുന്നുണ്ട്. എന്റെ ചിഹ്നം എന്താണെന്ന് അറിയാമല്ലോ? എന്റെ ചിഹ്നം ഓന്താണ്. ഓന്ത്
ഈ ഓന്ത ചിഹ്നം എന്ന് കേൾക്കുമ്പോൾ ഒരു ചിരി വരും. ഓന്തിന്റെ സ്വഭാവം അറിയാലോ. അപ്പൊ ഈ ഓന്ത ചിഹ്നത്തിൽ നിങ്ങൾ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി എന്നെ എന്റെ പാർട്ടി വിജയിപ്പിക്കണം. ഞങ്ങൾക്ക് ചെയ്യാവുന്നതും അതിനപ്പുറം ചെയ്യാവുന്നതും അതിനപ്പുറത്ത് കയറി ചെയ്യാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തിരിക്കും. അതിനകത്ത് ഒരു അപ്പീലുമില്ല, അതിനകത്ത് ഒരുത്തരും ചോദിക്കാനില്ല, അതിനകത്ത് ഒരുത്തരും പറയാനില്ല. പറയുന്നവർ ഞങ്ങൾ വെച്ചേക്കത്തുമില്ല. അത് വേറെ പറയാൻ പറ്റത്തില്ല. ഇതാണ് എന്റെ സ്നേഹിൽ ആരും വിളിക്കേണ്ട. പക്ഷെ അതിനോട് തോന്നുന്ന പറയും. അതുകൊണ്ട് എന്റെ ചിഹ്നം അതാണ്. ഓന്ത് ഇത്തവണത്തെ ഇലക്ഷൻ എന്നെ വിജയിപ്പിച്ച് എന്നെ രംഗത്താക്കണമേ എന്ന് വീണ്ടും ജയിച്ചു വന്നാൽ നമുക്ക് വീണ്ടും അടുത്ത ഇലക്ഷൻ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തും. അയ്യോ, രക്ഷപ്പെട്ടു. എന്റെ ദൈവമേ, ഈ എണ്ണക്കെട്ടവനാണ് ഇനി ഇലക്ഷൻ നിൽക്കാൻ പോണത്. ഇനി തോടിന്റെ ഷട്ടറുകളൊക്കെ കുറെ തുറന്നു വിടും. എന്തോന്നാടാ ഇവിടുത്തെ ജനങ്ങൾ. അല്ല, ഈ പാർട്ടി കണ്ടം വഴി ഓടാൻ സമയമായി. ഇവനെയൊക്കെ പിടിച്ച് വീണ്ടും വീണ്ടും ഇലക്ഷൻ നിർത്തിയാലേ കണ്ടം വഴി ഓടേണ്ടി വരും. എന്തായാലും ഇത് കൊള്ളാം.